അധികാര സ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലുമൊക്കെയുള്ള അഴിമതി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലുകളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ് അമിത്ഷാ. ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളിലെത്തുന്ന ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തിശുദ്ധിയും സദാചാര ബോധവും ഒന്നും വേണ്ട എന്നാണോ രാഹുലിൻ്റെ മനസ്സിലിരിപ്പ് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. എന്താണ് സാർ ഇപ്പോൾ അമിത്ഷാ ഇത്തരത്തിലൊരു ചോദ്യം രാഹുലിനെതിരെ, അതും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ട് അധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുലിനോട് ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ എന്താണ് കാരണം? ഇതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധി നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ശുദ്ധീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ വോട്ട് അധികാർ യാത്ര. അത് വോട്ടധികാര യാത്ര എന്നാണ് അതിൻ്റെ പേരെങ്കിലും അവർ അതിനെ ഏറ്റവും അധിക്ഷേപിച്ച് ചോരി എന്നുള്ള വാക്കാണ്. ചോരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നു. അതിനു മുമ്പ് പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ് ചോരി എന്നാണ് വിളിച്ചത്, അല്ലേ? ചൗക്കിദാർ ചോർഹെ എന്ന് വിളിച്ചു. അങ്ങനെ ഈ ചോരി എന്നുള്ള മാപ്പ് പറഞ്ഞു. ഇനിയും മാപ്പ് പറയേണ്ടി വരും എന്നുള്ള ലക്ഷണമാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് സധൈര്യം മുന്നോട്ട് നീങ്ങുമ്പോൾ വരാൻ പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം സംശുദ്ധി വരുത്തണമെന്ന് ഇപ്പോൾ തോന്നിയിരിക്കുകയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി മറക്കുന്ന കാര്യം 60 വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ്. അദ്ദേഹം പോട്ടെ, അന്ന് അദ്ദേഹം കൊച്ചായിരുന്നു എന്ന് പറയാം. അദ്ദേഹം വലിയ ആളായി കോൺഗ്രസിന്റെ നേതാവായതിനു ശേഷമാണ് മൻമോഹൻ സിംഗ് ഭരണം നടത്തിയത്, അല്ലേ? അക്കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞ അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ വാഗ്വാദങ്ങൾ നടത്തിയ ആളാണ്. എന്നാൽ ഇപ്പോൾ BJP വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബില്ലിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം 30 ദിവസം ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാരോ, അത്രയേ ഉള്ളൂ, അത്ര ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ, അവര് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ, 31 ദിവസം കിടന്നാൽ, 29 ദിവസം കിടന്നാലും കുഴപ്പമില്ല കേട്ടോ, 30 ദിവസം കടന്നാൽ അവർ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് നിയമവ്യവസ്ഥ. ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം നന്നാക്കാൻ, ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഒക്കെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അമിത്ഷാ ചോദിച്ചത്. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ നടന്നിരിക്കുന്നതിന്റെ ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടി വരും. ഇരട്ടത്താപ്പെന്നല്ല, അത് ഒന്നാന്തരം ചെറ്റത്തരം എന്നാണ് അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം നിങ്ങൾ ജനങ്ങളെ മുഴുവൻ ഇളക്കി മറിക്കുകയാണ്. ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ട്, അവിടെ 10 വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ മുഴുവൻ ഇളക്കി മറിക്കുകയാണ്. അടുത്ത് വരുന്ന ബംഗാളിലും ഇതേ വിഷയം നടക്കണം. ഇത് ഡൽഹിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെവിടെ നടത്തണ്ടേ? ഡൽഹിയിലാണ് നടത്തേണ്ടത്. പാർലമെന്റിന്റെ മുൻപെയോ അല്ലെങ്കിൽ ജന്തർ മന്ദിറിലോ ഇലക്ഷൻ കമ്മീഷന് മുൻപെയോ ഒക്കെ നടത്തേണ്ട ഒരു പ്രകടനം എന്തിനാണ് ബീഹാറിൽ കൊണ്ട് നടത്തുന്നത്? തീർച്ചയായിട്ടും അത് വോട്ട് തട്ടുക, വോട്ട് ചോരി അവിടെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് വോട്ട് ചോരി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് നഷ്ടം വരുന്നത്? ഒരു നഷ്ടവും വരുന്നില്ലല്ലോ. ഒരാളെ 29 ദിവസം വരെ ജയിലിൽ കെട്ടാലും അയാളെ ഒന്നും ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് അയാൾക്ക് ജാമ്യം എടുക്കാൻ അവകാശമാണ്. ഇന്ന് സുപ്രീം കോടതിയുടെ നയം എന്ന് പറഞ്ഞാൽ ജയിലല്ല, ജാമ്യമാണ് ഒന്നാമത് എന്നുള്ളതാണ്. അപ്പം ഏതൊരാൾക്കും ന്യായമായ ഒരു കാര്യമാണെങ്കിൽ, അതിക്രൂരമായ എന്തെങ്കിലും ശിക്ഷ കിട്ടേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അതിഭീകരമായ എന്തെങ്കിലും അഴിമതിയോ നടത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ 30 ദിവസം കൂടുതൽ ജയിലിൽ ഇടുന്ന പ്രശ്നമുള്ളൂ. ഇല്ലെങ്കിൽ 10 ദിവസം പോലും കിടക്കണ്ട. അതിനു മുമ്പേ ജാമ്യം കിട്ടി ഹൈക്കോടതിയിൽ നിന്ന് പോരാം, ഇനി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോരാം. അറ്റ കൈക്ക് സുപ്രീം കോടതി ചെന്നാൽ പിന്നെ ഒരു വിഷയമില്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുകയാണ്, ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര കടുംപിടി പിടിക്കുന്നത്? ഇത് നമുക്ക് ഈ ഭേദഗതി വരുത്തി നമുക്ക് ആദ്യം ശുദ്ധമാക്കേണ്ടത് നമ്മളെ വ്യക്തിപരമായി രാഷ്ട്രീയക്കാരെയും പിന്നെ രാഷ്ട്രീയ പാർട്ടികളെയും പിന്നെ അവർ ഭരിക്കുന്ന മന്ത്രിസഭകളെയും അല്ലേ? അങ്ങനെയല്ലേ ജനങ്ങളുടെ വിശ്വാസം നേടേണ്ടത്? അങ്ങനെയല്ലേ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടത്? അതിന് പകരം വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഈ വോട്ട് തട്ടുന്ന പരിപാടി എന്തിനാണ് രാഹുൽജി നടത്തുന്നത് എന്നാണ് അമിത്ഷാ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതിന്റെ പ്രധാന കാരണം, ഈ വോട്ട് ചോരി ചോദിക്കുമ്പോൾ ഇനി ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ചോദിക്കും. നിങ്ങൾ ഈ രീതിയിൽ ഉള്ള വ്യക്തികളെ പൂജിക്കാനാണ് ശ്രമിക്കുന്നത്. ലാലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞ ആളിനെയാണ് ഇന്ത്യയിൽ
അഴിമതിക്കായി ശിക്ഷിച്ച 2 പേരിൽ ഒരാൾ. അപ്പൊ അദ്ദേഹം ബാക്ക് സീറ്റിലിരുന്ന് ഭരിക്കുന്ന വ്യവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ പിന്നെ അദ്ദേഹത്തിന്റെ പുത്രനെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാൽ, അതിനു പുറമെ അദ്ദേഹം പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ജയിലിൽ കിടന്നുകൊണ്ട് ഭാര്യയെ വെച്ച് ഈ രാജ്യം ഭരിച്ചു. അപ്പം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ആദ്യം വിലക്കി നിർത്തുക. നിങ്ങൾ അവരെ ആദ്യം നന്നാക്കുക. നിങ്ങളുടെ സഖ്യകക്ഷികളിലുള്ളവരെ നന്നാക്കുക. നിങ്ങൾ ഹേമന്ത് സോറനെ നന്നാക്കുക. നിങ്ങൾ സെന്തിൽ ബാലാജിയെ നന്നാക്കുക. എന്നിട്ട് പോരെ നിങ്ങൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ നന്നാക്കാൻ എന്നുകൂടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. സർ, അത് മാത്രമല്ല, ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടെ ഈ രാഹുൽ ഗാന്ധിയും അതെ അത് ഏറ്റവും വലിയൊരു വിഷയമാണ്. അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയാതെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ തുറന്നു പറയാം. എന്തുകൊണ്ട് താങ്കൾ ഈ ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരും. അന്നേരം വിഷമം വിചാരിക്കരുത് എന്നുകൂടെ ഭംഗ്യന്തരൻ അതിപ്പോ വെളിയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് പറയും. വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ താങ്കൾക്കും താങ്കളുടെ മാതാവ് സോണിയാഗാന്ധിക്കും പിന്നെ സണ്ണിൻ ബ്രദറിലോയ്ക്കും പ്രിയങ്കയുടെ ഭർത്താവിനും ഒക്കെ ഇതിൽ പങ്കുവരുന്നതാണ്. അപ്പോ പ്രിയങ്കയ്ക്കും പരോക്ഷമായിട്ട് ഇതിനകത്ത് പങ്കുവരുന്നതാണ്. അപ്പോ നിങ്ങളുടെ ആ കുടുംബ പരിവാറിന് വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കരുത്. ഞങ്ങൾ പറഞ്ഞ നല്ല കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ ഭരണഘടനയല്ല, അതിനപ്പുറത്തെ സ്ഥാപനവും നന്നാകും. TN ശേഷൻ പണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ രാജ്യം നന്നാവണമെങ്കിൽ, ഈ രാജ്യത്തെ വ്യവസ്ഥിതികൾ നന്നാവണമെങ്കിൽ, ഇവിടുത്തെ പാർലമെന്റ് നന്നാവണമെങ്കിൽ, ജുഡീഷ്യറി നന്നാവണമെങ്കിൽ, എക്സിക്യൂട്ടീവ് നന്നാവണമെങ്കിൽ ഒക്കെ ആദ്യം വേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം. രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണമെങ്കിൽ രാഷ്ട്രീയക്കാർ നന്നാവണം. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയക്കാർ നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ 30 ദിവസം. അതുകൊണ്ടും കാര്യമില്ല, കാരണം 29 ദിവസം ആകുമ്പോൾ ജാമ്യം എടുത്തുകൊണ്ട് പോരാം. എന്നാൽ പോലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ ആ ആളിനെ ഒന്ന് മാറ്റി നിർത്തണം. MLA സ്ഥാനം രാജിവെക്കണ്ട, MP ആണെങ്കിൽ MP സ്ഥാനം രാജിവെക്കണ്ട. ജസ്റ്റ് കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി തനിക്കിഷ്ടമുള്ള ഭാര്യയോ കൊച്ചുമോനെയോ സഹോദരിയോ അമ്മയോ ആരെ വേണോ അവിടെ അളിയനെയോ ആരെ വേണോ നിങ്ങൾ അവിടെ ഇരുത്തിക്കോ. പക്ഷെ താങ്കൾ തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ ഇത്രയും വലിയ ബഹളം പാർലമെന്റിൽ ഉണ്ടാക്കണോ? എന്റെ മുഖത്തേക്ക് ആ ബില്ല് വലിയ കീറി എറിയണോ? ഇങ്ങനെയൊക്കെയുള്ള 1000 സദാചാര ചോദ്യങ്ങൾ അദ്ദേഹം എറിഞ്ഞിരിക്കുകയാണ്. ഈ സദാചാര ചോദ്യങ്ങൾ ഉത്തരം പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്നുകൂടിയാണ് അമിത്ഷാ ഇപ്പോൾ. അതായത് അതിന്റെ അർത്ഥം സാർ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ, ബംഗാൾ തെരഞ്ഞെടുപ്പിൽ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതായിരിക്കും: നിങ്ങൾ ഈ നാട് നന്നാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവണം. നിങ്ങൾ നന്നാവുമ്പോൾ നിങ്ങളെ മാത്രമല്ല ഞങ്ങൾ നന്നാക്കുന്നത്, ഞങ്ങളെയും കൂടെ നന്നാക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും നന്നാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയും നന്നാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ മുഖ്യമന്ത്രിമാരും നന്നാവണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്കെതിരെ കേസ്, നിങ്ങൾ എത്ര കോടതി കേസ് കൊടുക്കുന്നു? സുപ്രീം കോടതിയിൽ എത്ര കേസാണ് നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ, വഖഫിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ കേസ് കൊടുക്കുന്നു, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഴിമതിക്കാരനായ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ, അഴിമതിക്കാരനായ ഒരു BJP മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ അയാള് താഴെ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അയാളെ 30 ദിവസത്തേക്ക് ജയിലിലിടുന്ന ഒരു സാഹചര്യം, 30 ദിവസത്തേക്ക് ജയിലിലിട്ട് കഴിഞ്ഞാൽ 31ാം ദിവസം അയാള് സ്വാഭാവികമായി സ്ഥാനഭ്രഷ്ടനാകും. ഇത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യവസ്ഥ, ഇത്ര ലഘുവായിട്ടുള്ള ഒരു വ്യവസ്ഥ, ഇത്ര ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ആ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ വന്നിട്ട് അതിനെപ്പോലും നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുക? ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഇത് രണ്ടും നടപ്പിലാക്കണമെങ്കിൽ അഴിമതി തുടച്ചു നീക്കണം എന്നുള്ളത് ലോകം അംഗീകരിച്ചിരിക്കുന്ന തത്വമാണ്. ഈ 2 കാര്യങ്ങൾ, അഴിമതി എവിടെയുണ്ടോ അവിടെ ഇക്വാളിറ്റി ഇല്ല. കാരണം സ്വജനപക്ഷപാതവും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അതെ, ആ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടത് അഴിമതി ഇല്ലാതാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണം ഞാൻ അടിച്ചു മാറ്റും, എൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സ്വത്ത് കുറച്ച് എൻ്റെ സ്വത്ത് കൂട്ടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കും. അതെ, അപ്പൊ അത് രണ്ടും
ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾ അതിൻ്റെ അടിസ്ഥാന മൂല്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ ഈ 30 ദിവസം ജയിലിൽ കിടന്ന കള്ളനെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആക്കരുത് എന്ന് പറയുന്നതിന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്ന ചോദ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.